ഗായ്സ്. ഹലോ ഗായ്സ്. ആൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. അപ്പൊ ഞാൻ കൂടെ നിന്ന് കൊടുത്താണ്. ചാനൽ ഇന്നലെ ശിങ്കുനി ഞാൻ ഏൽപ്പിച്ചാണ് ഇവിടെ വന്നപ്പോ. ഇന്നലെ അല്ലേ ഇന്ന്. അതായത് ഞങ്ങള് മോസ്കോന്ന് നേരെ ആർക്കാങ്കിൾസിലെത്തി. അപ്പം വാപ്പാന്റെ മകൾക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ വാപ്പ കൊണ്ടുവന്ന്? വാപ്പ മാത്രല്ല, എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഞാൻ. വാപ്പ മാത്രല്ല, എന്റെ പൊന്നാര നാത്തൂനും എന്റെ സുന്ദരനായ ഇക്കയും പിന്നെ ഉമ്മ, ഇവരൊക്കെ എനിക്ക് സുന്ദരിയായ ഉമ്മ. അല്ല, എന്റെ സുന്ദരനായ ഹസ്ബൻഡ് മേടിച്ചതോ? അതുകൊണ്ട് സുന്ദരനായ ഹസ്ബൻഡ് അത് പറയും പ്രത്യേകം. ഈ പെട്ടി നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ പൊട്ടിച്ചല്ലേ, അതുപോലെ മോസ്കോയിലത്തെ പെട്ടി ഒന്നുമില്ല. അതായത് ഇവക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഈ പെട്ടി പൊളിച്ച് അതെല്ലാരും കാണിക്കണം. ഈ പെട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതില് ഒരുപാട് പേര് സ്നേഹമുണ്ട്. വാപ്പാടെ ബോസിന്റെ സ്നേഹമുണ്ട്. പിന്നെ ഇത് ദുബായ് എന്നുള്ള ഒരു പെട്ടിയാണ്, വലിയൊരു പെട്ടിയാണ് അല്ലേ? ഇവര് ദുബായിലാണല്ലോ, അപ്പൊ ദുബായ് എന്നല്ലേ പെട്ടി അല്ലേ? ഇനിയും പിന്നെന്താ ഈ ഡ്രസ് ലാസ്റ്റ് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ്. എല്ലാവരും ഒന്നും പറയരുത്, ഇതെന്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്, എനിക്കിത് മാറ്റാൻ പറ്റൂല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഡ്രസ്സ് ഇടും. വേറെ ഡ്രസ് ഇല്ലാത്തോണ്ടല്ലോ, 10 ഡ്രസ് ഉണ്ടെന്നല്ല ഈ ഡ്രസ്. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ മോനുണ്ട്, ഒരു മോനും ഒരു മോളും. സുന്ദരിയായ എന്റെ നാത്തൂൻ. 4 മക്കളുണ്ട്. ഇത് വേറൊരു മോന്. കണ്ടു ഉമ്മാനെ കണ്ടോ? സുന്ദരിയായ. അല്ല, ഉമ്മ പ്രായം കുറഞ്ഞു. ഇപ്പൊ ഞാൻ ഉമ്മ മോളാ. നിങ്ങൾ കമന്റ് ചെയ്യണേ. ശിങ്കുനെ കണ്ട അമ്മായിനെ വരില്ലേ? കാണിച്ചരാ. കൂളിംഗ് ഗ്ലാസ് എവിടെ? അല്ലല്ല, അതെവിടെ? അതെവിടെ അളിയാ? ആ കബോർഡിൽ നിന്ന് എടുത്ത്. അത് എന്റെ അനു. ഇതൊന്ന് വെച്ചേ ശിങ്കു. ഇത് എനിക്ക് അനു മറ്റേ അമേരിക്കൻ അമ്മായില്ലേ, എന്റെ നാത്തൂൻ എനിക്ക് ദുബായിന്ന് കൊണ്ടുവന്നു. സംഭവം നാത്തൂന്റെ ക്ലാസ് ആണ്. നാത്തൂൻ പ്രത്യേകമായി മേടിച്ചതോ? കൊള്ളാമോ? നല്ലുണ്ട്. മറ്റേ പണ്ടൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ലേ കോമഡിയില്, ഇങ്ങനെ എന്നെ ഇവിടെ തൊട്ടു. അമ്മച്ചിന്റെ പേരെന്തായിരുന്നു? എന്തോ ആണ്. ഇത് ഞാൻ വെക്കേഷന് പോകുമ്പോ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഐ ആം കീപ്പിംഗ് ആർക്കും തരില്ല. പിന്നെ ഡാഡി റിച്ച് ആയതുകൊണ്ട് പിന്നെ നമ്മളുടെ ഫ്ലൈറ്റ് ഭയങ്കര സെറ്റ് ആയിരുന്നു. ഇപ്പൊ തന്നെ $500 കൊണ്ട് അടുപ്പിച്ച അവിടെ എയർപോർട്ടില്. അത് ഞാൻ പറയട്ടെ, ഇവർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നും കുഴപ്പമുണ്ടായില്ല. ഇവർക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്റെ ഒരു പിശുക്കത്തരം കാരണം നമ്മളുടെ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ഇല്ലേ റഷ്യന്റെ, അതുപോലത്തെ ഒരു ഫ്ലൈറ്റ് ആണ് എടുത്തത്. അപ്പൊ ഇത് പിശുക്കത്തരം കാരണം, സ്മാർട്ട് ഏവിയ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ്, ആ ഒരു പിശുക്കത്തരം കാരണം ഇവിടുത്തെ സാധാരണ എയർലൈൻസ് ഉണ്ട്, അതിന്റെ ഡബിളിന്റെ പൈസ പോയി ആഡ് ചെയ്ത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? പിശുക്കത്തരം ആരും കാണിക്കാൻ. ഈ പെട്ടിയില് ആ കൂടി 10 റുപ്യന്റെ സാധനം ഉള്ളൂ. പക്ഷെ ഈ പെട്ടി ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ 15,000 രൂപ മുടക്കി. അതാണ് ഞങ്ങൾ ഇതിന് മുടക്കൊന്നും. പിന്നെ ഈ പെട്ടി എത്തിക്കാനാണ് 15,000 രൂപ. 14,700 രൂപേന്റെ പെട്ടിയാണ് കേട്ടോ. ഞാനപ്പോ 2 പെട്ടി ആഡ് ചെയ്തിട്ടുണ്ടായില്ല. നീ മിണ്ടരുത്, ഇനി ഞങ്ങൾ ചുമരും. ഇതാണ് ഞാൻ പറഞ്ഞ പിശുക്കത്തരണ്ട, അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി ഗൈസ്, നിങ്ങൾ ഇനി റഷ്യക്ക് വരാണെങ്കിൽ ഡൊമസ്റ്റിക് എയറോഫ്ലോട്ട് അല്ല കൊടുക്കാം. എയറോഫ്ലോട്ടാ അല്ല, സ്മാർട്ട് ഏവിയ യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഷിങ്കുന് എന്തൊക്കെയാണ് എല്ലാരും ദുബായ്ക്കാരാണ്, എനിക്ക് ഭയങ്കര ഭാഗ്യാണ്. അത്ര ഒക്കെ ഞാൻ ഇത് റംലാക്കണ് ഞങ്ങള് യാസീന്റെ ഉമ്മ പ്രത്യേകം ഞാൻ വാങ്ങിച്ചാണ്. എന്താണത്?
അല്ല ആ വീട്ടിലേക്ക് എന്ത് വന്നാലും അതെനിക്കുള്ളതാണ്. അല്ലല്ല എനിക്കുള്ളതല്ല, ഇത് റംജാക്കന്നാ. ആ ഇത് ഞാൻ പ്രത്യേകമായി ഓർഡർ ചെയ്ത ഈ എന്റെ സ്വന്തം മുട്ടായി. ഇത് നമ്മളുടെ ദുബായിലുള്ളവർക്ക് ഷിങ്കു. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മുട്ടായി, നൊസ്റ്റാൾജിക് മുട്ടായി ഗാലക്സി. അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. കണ്ട റിബണൊക്കെ ഉണ്ട് എനിക്ക്. അല്ല ഇത് ഷിങ്കുവിന് ഷാള്. അല്ല ബഷീർ സാഹിബിനോട്. പിന്നെ ഇക്കാക്കാന്റെ കാര്യം. ആ ഓരോന്ന് എടുത്തോളി. പിന്നെ ബ്രേക്ക് ഗൈസ്, ബ്രേക്ക്. ബ്രേക്കിന്റെ കൂടെ ബ്രേക്ക്. ഇത് വെക്കേഷന് പോകുമ്പോഴേ ഞങ്ങള് പെയറിംഗ് ആയിട്ട് അത് ഇനി അധികം കാണിക്കണമെന്നില്ല. അല്ല കാണിച്ചോ വീഡിയോ ഇത് ഇങ്ങനെ ഫുള്ള് നിർത്തി കാണിക്കണം. ഇത് ബോസ് കൊടുത്താണ്. ഇതുകൊണ്ട് വേറെ ചുരിദാർ മഞ്ഞ മഞ്ഞ എല്ലാം മൂപ്പിക്ക് മഞ്ഞക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എന്റെ സുന്ദരമായ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഇവിടെ എത്തിച്ച കഷ്ടപ്പെട്ട്. എന്തോ ചക്കപ്പൊരിയോ ചിപ്സ് എന്തോ ആണത്. ഇത് ദുബായിന്ന് വന്ന പിസ്തകൾ. ദുബായിന്ന് വന്ന. ഓ മൈ ഗോഡ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇതല്ലേ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള. ഐ നെവർ ട്രൈ ദിസ് ദുബായ് ട്രെൻഡിങ് ചോക്ലേറ്റ്. ഇത് ഐഷ എനിക്ക് അങ്ങനെ ആളെണ്ണി വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് മരുമോനെടുക്കും. ഇതെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. ഇത് ടേസ്റ്റ് ഉണ്ടോ ശരിക്കും? ഓ ഇത് ഹൈപ്പ് പൊടിച്ച സാധനം. 14,000 രൂപന്റെ പുട്ടുപൊടി. ഈ പെട്ടിയിൽ എന്ത് തിരിച്ചു പിടിക്കും. പിന്നെ ഇത് നെയ്യൊക്കെ എന്തിനു കൊണ്ടെന്നാണാവോ? ഇത് ഇത് ബാഗ്. സ്വർണ്ണവള. ഇത് എത്ര പവനുണ്ട്? ഇത് എനിക്ക് പ്രത്യേകം എടുത്ത് കാണിക്കണം. കാണാതായ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ച്. നാളത്തെ നമ്മളെ ആൾക്കാരല്ലേ കണ്ടട്ടെ. സ്വർണ്ണൊന്നുമില്ല, ഇത് സ്വർണ്ണല്ല കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇത് ഞാൻ പ്രത്യേകം എൻ്റെ നാത്തൂനോട് പറഞ്ഞിട്ട് വരുത്തിച്ച ഒരു പ്രത്യേക തരം റിങ്സ് ആണ്. ഇത് നമ്മൾ ഇങ്ങനെ പെയർ ചെയ്യും. ഉണ്ടോ? അത് സെറ്റാക്കാം. ഇതൊന്നും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നൂലിടുന്ന. ഇത് കുടുങ്ങി പോയേ. സെറ്റ്. രംഗണ്ണനായിരുന്നു അതന്നെ പാണ്ടി, കൊടുങ്ങല്ലൂർ പാണ്ടി. ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇതും കൂടി ഇനി വരും നാളത്തെ. രംഗണ്ണനായി ഈ മാല കൂടി വേണേന്ന് രംഗണ്ണ. ചിങ്കൊടുക്കുവേ, നമ്മളെടുക്കണ്ട, എല്ലാം എടുത്തോളും. പിന്നെ ഇക്കാക്കാന്റെ സ്പ്രേ മോതിരോട്ടെ ബാക്കിയുള്ള വളരെ നല്ലതാണ്. കാരണം ബ്ലൂ ഷെനലും ഗൂച്ചിയും പിന്നെ മൈൽഡ് നല്ലൊരു അടിപൊളി ഇക്കാക്കാന്റെ സ്പ്രേ സെലക്ഷൻ പറയാനും. മേഡം ബാക്കി വന്ന് എടുക്കും മേഡം. അല്ല എനിക്ക് എന്റെ ലൈഫിൽ ബ്രാൻഡഡ് കിട്ടിയത് ഇക്കാക്കൻ്റെ. പെർഫ്യൂംസ് എല്ലാരെയും പൊക്കി അടിക്കുന്നുണ്ട്. അല്ല പെർഫ്യൂംസ് അല്ല പറയണല്ലോ. അത് കാണിക്ക്. ഇതാണ് മുട്ടായി, യോനെക്സ് മിഠായി. യെസ്, ചോക്ലേറ്റ്. ഇത് ബോസ് കൊടുത്ത. അങ്ങനെ ബോസിനോടൊരു സെവരോസ്കി ആട്ടോ. താങ്ക് യു ശാലിനി മാം. അത് കാണൂ. പിന്നെ ഇതെന്റെ ഷൂ. ഇത് ഷീൻ.
പിന്നെ ഇതൊക്കെ ഡ്രസ്സ് ഇട്ടോ. പിന്നെ എല്ലാരും ചോദിക്കാം എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എവിടെയാന്ന്. ഇത് ഷീൻ. ഇവരേന്ന് ഞാൻ ആരും ചോദിക്കാറില്ല, ഒരേ കോസ്റ്റ്യൂം ഇതായിരിക്കും. ഇല്ലില്ല, നിങ്ങളുടെ അഭ്യർത്ഥന തീരുമാനിച്ച് ദുബായിൽ നിന്ന് പെട്ടി വന്നുകൊണ്ട് എന്റെ കോസ്റ്റ്യൂമും വന്നിട്ടുണ്ട്. സോ ഐ ആം ഗോണ ചേഞ്ച് സം കോസ്റ്റ്യൂം. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്. ഞാൻ ഈ റഷ്യയിൽ നിന്ന് വന്നപ്പോ എനിക്കൊരു ആഗ്രഹം, ഞാൻ പറഞ്ഞേ എനിക്ക് ഒരു പാക്കറ്റ് അണ്ടിപ്പരപ്പിരുന്ന് ഒറ്റയ്ക്ക് തിന്നണം, എന്റെ ഏറ്റവും വലിയ ഡ്രീം. അപ്പൊ ഇവിടെ കൊണ്ടുവന്നതാ. ഇപ്പൊ ഇത് കാണുമ്പോ ഇത് കാണുമ്പോഴേക്കും നിങ്ങൾ വെള്ളം കിട്ടാണ്ട് അങ്ങനെയല്ല കേട്ടോ, റഷ്യക്ക് വന്നതിന് ശേഷം വന്ന ആഗ്രഹമാണ്. ഇവിടെ വരുമ്പോ ഇതൊക്കെ നമുക്ക് അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ലൈക്ക് കുറെ പൈസ കാണുമ്പോ നമ്മ അതുകൊണ്ട് ജീവിക്കണ്ടേ, കുറച്ച് പൈസ ഇല്ല. അപ്പൊ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതെന്താ? ചീസ് പീനട്ട്. ഇത് ഞാൻ ഇങ്ങനെ എറിയല്ലേ, ഇങ്ങനെ കാണിച്ചിട്ട് എറി. ഇത് പിസ്ത, തൊണ്ട് കളൻ. പിന്നെ ഇതും ഡ്രൈ മിക്സ്ഡ് ഫ്രൂട്ട്സ്, മിക്സ്ഡ് നട്ട്. ഇതൊക്കെയല്ലേ 14,000 കിട്ടിയേ. ഇതും മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ? അത് ഇതിലെല്ലാം ഉണ്ട്. ഇതും ഇതെല്ലാം ക്യാഷു ആണല്ലോ. ഇത് എന്റെ ഫോൺ കവർ നോക്ക്. എനിക്ക് ഈ കല്ല് വെച്ച് മേടിച്ചൊന്നുമല്ലോ. ഗ്രാജുവേഷന് ഭയങ്കര പൈസ കൊടുത്തിട്ട് ഡ്രസ് ഡ്രസ് വീണ്ടും ഡ്രസ്. ഓ ഡാഡിയുടെ യാസിൻക്ക് ഒരു ഉമ്മയും കിട്ടിയെന്ന്. അപ്പൊ ഇതിവിടെ കയ്യാനായി വേഗം കാണിച്ചോ. ഇത് എന്റെ സുന്ദരമായ എന്റെ ഹസ്ബൻഡ്. ഇത് എന്റെ സുന്ദരിയായ ഉമ്മ കൊണ്ടുവന്ന സേമിയ പായസം. സേമിയ പായസം ദുബായിന്ന് കൊണ്ടുവന്നതാട്ടോ. ഇത് ഇത് കണ്ടിട്ട് കായ വറുത്തത് ഇല്ല. ഞാൻ കുഴപ്പമില്ല. അപ്പൊ അത് അതുകൊണ്ട് ഇങ്ങോട്ട് വാ. ഉമ്മല്ലാതെ നിങ്ങളില്ലല്ലോ. പിന്നെ അത് പോയി. പിന്നെ ഞാൻ എടുത്തു പറയട്ടെ, എനിക്ക് ഇതുപോലെ തന്നെ എന്റെ വേറൊരു 2 വാപ്പയും കൂടി ഉണ്ട്. ഒന്ന് ബഷീർ വാപ്പ, പിന്നെ സിദ്ധ്യാപ്പല്. 2 ഉമ്മമാരുണ്ട്. ഇപ്പൊ എല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് അവരെയും കൂടി ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവരെന്തായാലും വ്ളോഗൊക്കെ കാണുമായിരിക്കും അല്ലേ. നാട്ടിൽ ചെല്ലുമ്പോൾ അവരെ കാണാം. അസീനാനെ കാണിച്ചില്ല. അല്ലല്ലോ അല്ലല്ലോ, ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ശ്രദ്ധിച്ചോട്ടോ, വല്ലതൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചു അത് മേടിച്ചിട്ടുണ്ട്. നമ്മള് പെട്ടിപൊട്ടിക്കലിവിടെ നിങ്ങളിനി ബോറടിപ്പിക്കുന്നില്ല. പെട്ടി പിന്നൊന്നുമില്ല, ഞാൻ നാട്ടിൽ വരാണ് ഗൈസ്. ഇനിയിപ്പം എന്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യേ. അവളൊരു ഡോക്ടറായി പുറത്തേക്ക് ഇറങ്ങിയാണ്. പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടി ആശ്രയാവുന്ന ഒരു ഡോക്ടറായിട്ട് വരട്ടെ. അപ്പൊ വാപ്പല്ല പറഞ്ഞത് കഴിഞ്ഞിട്ട് ദുബായ് വരുന്നു. വാപ്പയാണ് കുറച്ചു. ഞാൻ നിനക്ക് ദുബായിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ജോലി, നീ ദുബായി വരണം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. പാവപ്പെട്ടവന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആവട്ടെ. അതെ അതെ, കുറച്ച് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാം. എപ്പോഴും അവർക്ക് നാട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം പാവപ്പെട്ടവരെ ഹെൽപ്പ് കുറച്ച് കഷ്ടപ്പെട്ടാലും എന്റെ മോള് നല്ല അടിപൊളി ഡോക്ടറായി പറ്റേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേ ഭാവിയിൽ ഡോക്ടർ ആവട്ടെ. ആമീൻ. താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ വാപ്പാക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ഒരു ബാക്ക് ബോണായി നിന്ന് എൻ്റെ ഇക്കാക്കും എൻ്റെ ഉമ്മാക്കും സിദ്ധ്യാപ്പാക്കും പിന്നെ എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തും. നാളെ പറഞ്ഞാൽ മതില്ലേ? എന്നാ നീ കിടന്നോട്ടെ, നാളെ വേറെ പറയാം. പിന്നെ നിങ്ങൾക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ്
എന്നെ സ്നേഹിച്ച നിങ്ങൾക്കും. അതെ, അവർക്കാണ് കൂടുതൽ താങ്ക് യു. അവരില്ലാണ്ട് ഇതില്ല. അവരാണ് നമ്മളെ പ്രോത്സാഹനം സപ്പോർട്ട്. ബാക്ക് ബോണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് നമ്മളുടെ വിജയം. എന്റെ മോൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പൊക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറെ ഉമ്മമാരൊക്കെ ഉണ്ട്. നാളത്തെ നിന്റെ പരിപാടിയെ കുറിച്ച് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയും. നാളത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ നാളെ ഗ്രാജുവേഷൻ, പിന്നെ ഫോട്ടോ സെക്ഷൻ, ഡിപ്ലോമ കിട്ടും. ആ ഡിപ്ലോമ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി തന്നെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അത് മോസ്കോയിലൊക്കെ അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ അവരെത്തിക്കും. ഒരു പയ്യൻ കൊണ്ടുവരും, നമ്മളൊരു ജൂനിയർ, എല്ലാ സർട്ടിഫിക്കറ്റും. അതിനുശേഷമാണ് നമ്മൾ നാട്ടിലത്തെ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുക ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. അങ്ങനെയാണ് ഡോക്ടർ. അല്ല ഡോക്ടറായി. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറായി. നാട്ടിലത്തെ പരീക്ഷയാണ്. അവൾ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ പോയുള്ളൂ. അവർക്ക് വിളി വന്നിട്ട് അങ്ങനെ പോയി. സോ അതിന്റെ പേരാലോ. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഷെയർ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം. അത്രേ ഉള്ളൂ. ബൈ.